ഹലോ ഗായ്സ്, ബഹറിൻ ഇന്റർനാഷണൽ ഗാർഡൻ ഷോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ബഹറിൻ ഇന്റർനാഷണൽ ഷോയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും ഇതൊക്കെ എന്താണെന്ന് കൂടുതലൊന്നും അറിയില്ല. അവിടെ പോയതിന് ശേഷമാണ് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. അതേപോലെ തന്നെ നമ്മളിത് എൻട്രൻസിലാണ് നിൽക്കുന്നത്. ഇപ്പം അകത്തേക്ക് പോവാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ, പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനും കണ്ട് പഠിക്കാനും ഒക്കെ ആയിട്ട് ആസ് എ പബ്ലിക് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറണം. ആദ്യമായിട്ടാണ് പോകുന്നത്. ഇത് 60ാമത്തെ ഗാർഡൻ ഷോ ആണ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബഹറിൻ ഗാർഡൻ ഷോ ആണെന്നാണ് പറയുന്നത്. നമ്മൾ പോകുമ്പോൾ തന്നെ എൻട്രൻസിൽ ഒത്തിരി അറബീസും കാര്യങ്ങളൊക്കെ ചെടിയൊക്കെ വാങ്ങിയിട്ടും എല്ലാം പോകുന്നത് കണ്ടു കേട്ടോ. നമ്മളങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല, നമ്മൾ ജസ്റ്റ് കാണുക, വരിക, അത്രേ ഉള്ളൂ. ഇതെന്താ വെച്ചാൽ പലതരത്തിലുള്ള ഫ്ലവേഴ്സും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ ഒരു BIGS, അതായത് ബഹറിൻ ഇന്റർനാഷണൽ ഗാർഡൻ ഷോ എന്ന് പറയുന്നത് തന്നെ അറേബ്യൻ ഗൾഫിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഗാർഡനിങ് ആൻഡ് അഗ്രികൾച്ചറൽ ഷോ ആണ്. അതായത് ലോക്കലും ഇന്റർനാഷണലും ആയിട്ടുള്ള ഗാർഡനിങ് അഗ്രികൾച്ചറൽ കമ്പനികളുടെ ഡിമാൻഡ് ആവശ്യം അനുസരിച്ച് എന്നല്ല, അവരുടെ ആ ഒരു ഡിമാൻഡ് പ്രകാരം വെച്ചതാണ് ഈ ഒരു ഷോ എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് ആവശ്യങ്ങൾ, അതുപോലെ അവരുടെ ഇന്നോവേഷൻസ് ഇറക്കാനും അവർക്ക് എന്തെങ്കിലും ഒരു ചാലഞ്ചസ് ടാക്കിൾ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു മീറ്റിംഗ് പ്ലേസ് ആണ് ഈ ഒരു ബിഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. ഒത്തിരി രാജ്യക്കാര്, ഒത്തിരി മനുഷ്യര്, അങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റിട്ടോ. ഇത് ഇങ്ങനെ എന്താ പറയാ, പല പല സംഭവങ്ങൾ നമ്മൾ നോക്കുക. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു മൊത്തത്തിൽ ഒരു കിളികളുടെ സൗണ്ട്, ഒരു കിളിക്കൊഞ്ചൽ, ഒരു കാടിന്റെ നടുക്ക് പോയി നിൽക്കുന്ന പോലെയോ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു പച്ച പ്രദേശത്ത് പോയിട്ട് രാവിലെ നിൽക്കുമ്പോൾ കിളികളുടെ സൗണ്ട് ഒക്കെ കേൾക്കില്ല, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ. വളരെ എന്താ പറയാ, ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. നമുക്ക് മൈൻഡ് ഫുള്ള് ആ ഒരു പച്ചപ്പും നമ്മുടെ നാടൊക്കെ മിസ് ചെയ്യുന്നതല്ലേ. അപ്പൊ ഇവിടെ വന്നപ്പോൾ നല്ലൊരു സന്തോഷമൊക്കെ കിട്ടിട്ടോ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും അതുപോലെ ഒന്ന് ഉല്ലസിക്കാൻ പോയതെങ്കിലും കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കിട്ടി. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന ആനപ്പട്ട, ആ ഒരു സാധനം കണ്ടു കേട്ടോ. അതൊക്കെ ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് അല്ലെങ്കിൽ പ്ലാൻഡ് ആയിട്ട് വെച്ചിരിക്കുകയായിരിക്കും അങ്ങനെ. അപ്പം ഈ ഒരു ഗാർഡനിങ് ആൻഡ് അഗ്രികൾച്ചറൽ റിലേറ്റഡ് ഇൻഡസ്ട്രിയിൽ പെടുന്ന ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ ഇന്റർനാഷണൽ എക്സ്പോർട്ടേഴ്സ് ഒക്കെ പറ്റിയ ഒരു മാർക്കറ്റ് പ്ലേസ് ആണിത്. ബഹ്റൈനിലും അതുപോലെ അറബിക് മേഖലയിലൊക്കെ ആയിട്ട് ഇപ്പൊ കൂടുതലായിട്ട് ഒരു ബിസിനസ്, അഗ്രികൾച്ചർ ആൻഡ് ഗാർഡനിങ് ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ട്. അതിന് നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും, അല്ലെങ്കിൽ അതിനൊരു പറ്റിയ എൻവിറോൺമെന്റ് സൃഷ്ടിക്കാനും, അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനൊക്കെയാണ് ഈ ഷോ ഉപകാരപ്പെടുക. അതുപോലെ ബഹ്റൈനിലെ ഇന്റർനാഷണൽ ഗാർഡനിങ് മേഖലയിൽ തന്നെ ലീഡിംഗ് അഗ്രികൾച്ചറൽ ഷോ ആണിത്. നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇതിലൂടെ കിട്ടുന്നത്. അതുപോലെ BIGS പ്രദർശനത്തിലൂടെ ബിസിനസ് നന്നായിട്ട് വളർത്താനും, ഈ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ബിസിനസ് വളർത്താനും, അതുപോലെ നല്ല നെറ്റ്വർക്ക്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കമ്പനിയോ അല്ലെങ്കിൽ നമുക്കൊരു ബ്രാൻഡൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ബ്രാൻഡ് അവയർനെസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ യൂസ്ഫുൾ ആണ്. അതുപോലെ പുതിയ അവസരങ്ങൾ ഉണ്ടാക്കുക, മാർക്കറ്റിന്റെ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതുപോലെ കമ്പനീസിന്റെ കണ്ടുപിടിക്കുക, പുതിയ ഇന്നോവേഷൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കമ്പനി മാർക്കറ്റിൽ തന്നെ ടോപ്പ് ലീഡർ കമ്പനി ആക്കാനും നമുക്ക് പറ്റും ഇതിലൂടെ. കാരണം നമ്മൾ നമ്മുടെ ഇന്നോവേഷൻസ് അങ്ങോട്ട് കൊടുക്കുക, മറ്റുള്ളവരുടെ നമുക്ക് അഡോപ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മറ്റുള്ള ബിസിനസ് ലീഡേഴ്സ്, ഇന്നോവേറ്റേഴ്സ്, കോമ്പറ്റേറ്റേഴ്സ് എന്നിവർക്ക് മുന്നിലൊക്കെ ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ളത് കൊടുത്തും അവരിന്ന് സ്വീകരിക്കാനുള്ളത് സ്വീകരിച്ചും നമ്മുടെ കമ്പനിയെ ടോപ്പ് ആക്കാനും പറ്റും. ഇതൊക്കെ ഓർഗാനിക് പച്ചക്കറികളാണ്, വളരെ ഫ്രഷ് ആയിട്ട് കേട്ടോ. നമ്മൾ നാട്ടിൽ പടവലം, മത്തൻ, കുമ്പളങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളൂ. ഇവിടെ ഈ ബ്രൊക്കോളി, അതുപോലെ ക്യാബേജ്, ബീട്രൂട്ട്, ക്യാരറ്റ്, ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കാണാൻ സാധിച്ചു കേട്ടോ. ഇതൊക്കെ എടുത്തു നോക്കി, പക്ക ഫ്രഷ് എന്ന് വെച്ചാൽ നല്ല പറിച്ചെടുത്ത പോലെയുള്ള അത്രയും ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. നമ്മളൊന്നും വാങ്ങിച്ചില്ല, ജസ്റ്റ് കണ്ട് മനസ്സിലാക്കി. നാട്ടിലൊക്കെ ഇത് കാണുന്നെങ്കിൽ ഇവിടെ വന്ന് കാണുമ്പോൾ ഒരു പച്ചപ്പും ഹരിതാപമൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ബ്രൊക്കോളി, ക്യാബേജ്, അതുപോലെ കോളിഫ്ലവർ, ക്യാപ്സിക്കം, ഇങ്ങനെയുള്ള സാധനങ്ങളുടെ പ്ലാന്റ്സ് ഒക്കെ ഇതുപോലെ താഴെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അഗ്രികൾച്ചർ, ഗാർഡനിങ്, ഫുഡ് സേഫ്റ്റി, സസ്റ്റൈനബിലിറ്റി മേഖല പുതിയ ഐഡിയാസ് ഷോക്കേസ് ചെയ്യാനൊക്കെ ഒരുപാട് കമ്പനീസ് വന്നിട്ടുണ്ട്. 23 രാജ്യത്തു നിന്നായിട്ട് 195 എക്സിബിറ്റേഴ്സാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തത്. അതുപോലെ തന്നെ 45,000-ഓളം വിസിറ്റേഴ്സ് വന്നു എന്നാണ് പറയുന്നത്.
കമ്പനീസിന്റെ യൂണിക് ആയിട്ടുള്ള സർവീസ്, ഓരോ കമ്പനീസിന്റെ യൂണിക് ആയിട്ടുള്ള സർവീസ്, പ്രൊഡക്ട്സ്, അതേപോലെ ടെക്നോളജി ഒക്കെ വൈൽഡ് ആയിട്ടുള്ള മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. ഇവിടെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇതൊരു യൂണിക് ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ലോക്കൽ ആയിട്ടുള്ള മാത്രമല്ല, ഇന്റർനാഷണലി ഗ്ലോബലി ആയിട്ടുള്ള കമ്പനീസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, പുതിയ ക്ലയൻസും ആയിട്ടുള്ള മീറ്റിംഗ്, അതുപോലെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പുതിയ നമുക്കുള്ള സാധ്യത കണ്ടുപിടിക്കുക, നമ്മുടെ ഐഡിയാസ് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുക, അവരിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഉള്ള ഒരു പറ്റുന്ന ഒരു എക്സിബിഷൻ, ഒരു എക്സ്പോ ആണ് ഇത്. അതുപോലെ തന്നെ റീജിയണൽ ആയിട്ടുള്ള കൺസൾട്ടൻസ്, ഡെവലപ്പേഴ്സ്, പ്രൊഫഷണൽ കൺസൾട്ടൻസ്, ലോക്കൽ ഡിസിഷൻ മേക്കേഴ്സ്, ഇവർക്കൊക്കെ ഡയറക്റ്റ് ആക്സസ് ഉണ്ട് കേട്ടോ. അതായത് അവരുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ടെക്നോളജി ഒക്കെ അങ്ങോട്ട് കൈമാറാനും നമുക്ക് ഇങ്ങോട്ട് എടുക്കാനും എല്ലാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള എക്സ്പോസ് ഒക്കെ നടത്തുമ്പോൾ മെയിനായിട്ട് കുട്ടികളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇവർ ഫോക്കസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ട്രീയിൽ ആപ്പിളും അതുപോലെ തന്നെ മറ്റൊരു ട്രീയിൽ പാങ്കോയും വെച്ചിട്ടുണ്ട്. അതിൽ ഈ ഫ്രൂട്ടിൻ്റെ ബാക്കിൽ ഒരു പശ പോലെ ഉണ്ട്, പശയെല്ലാം ഒട്ടുന്ന പോലത്തെ ഒരു സംഭവമാണ്. അത് ഇതിൽ വെക്കുക, അത് ഒട്ടിക്കുക. ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പുറത്ത് വേറൊരു മണ്ണിൽ ഇങ്ങനെ ചെറിയ വിത്തുകളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് എടുക്കാൻ പറ്റിയില്ല. കുട്ടികളുടെ എൻ്റർടൈൻമെൻറ്റിന് ഇവിടെ നല്ല വില കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളെയും വയസ്സായവരെയും ഒരേപോലെയാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ എങ്ങനെയാ വെച്ചാൽ വീൽ ചെയറിലൊക്കെ ആൾക്കാരെ കാണാൻ പറ്റുന്നത് ഹോസ്പിറ്റലിൽ മാത്രമാണ്. ഇവിടെ എൻ്റർടൈൻമെൻറ്റ്, അതായത് ഇങ്ങനത്തെ എക്സ്പോസ്, എക്സിബിഷൻസ്, അങ്ങനത്തെ പല കാര്യങ്ങളും നടത്തുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു വീൽ ചെയറിലുള്ള ആൾക്കാരെ കാണാം. അതിപ്പോൾ ഒരു മാളിൽ പോയാൽ തന്നെ ഒത്തിരി ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നും. കാരണം വീൽ ചെയറിലായതുകൊണ്ട് അവരെ ഒന്നിൽ നിന്നും മാറ്റി നിർത്താതെ കുട്ടികളെ കൊണ്ടുവരുന്ന പോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ കൂട്ടുന്നുണ്ട്. അത് നമുക്ക് നല്ലൊരു സന്തോഷവും നമുക്ക് പ്രചോദനമുള്ള ഒരു കാര്യമാണ്. ക്യാരറ്റൊക്കെ നല്ല ഫ്രഷ് ആട്ടോ, അതൊക്കെ എടുത്ത് പട്ടിഷോ ആണ് ഫുള്ള്. ഇത് ഒരു കഴിക്കുന്ന ഒരു സാധനമാണ്, എന്തോ ഒരു ടൈപ്പ് ഓഫ് ചായയാണ്. അത് കുടിച്ചു. അത് ഹസ്ബൻഡ് കുടിച്ചതിന് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തത് എനിക്കറിയാം, ഞാൻ മുന്നേ കുടിച്ചിട്ടുള്ളത് അറിയാൻ പറ്റില്ല. എന്നാലും ചുമ്മാ ഒന്നുകൂടി കുടിച്ചു നോക്കിയത് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ. സെയിം തന്നെ. പിന്നെ ഇതൊരു സ്വീറ്റ് ആട്ടോ, ഹൽവ, എന്തോ ഒരു റോള് ചുറ്റിയ പോലത്തെ ഒരു സാധനമാണ്. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. സ്വീറ്റ് ആണെങ്കിലും അങ്ങ് ഒരു ഗുമ്മടിക്കുന്ന ഒരു ഇതല്ല, ഒരു നല്ലൊരു മധുരമായിരുന്നു. ഒരു മത്ത് പിടിപ്പിക്കുന്നില്ല, വീണ്ടും കഴിക്കാൻ തോന്നും സ്വീറ്റ് ആണെങ്കിലും. അതുപോലെ നാച്ചുറൽ ആയിട്ട് ഓർഗാനിക് ആയിട്ടുള്ള ഡേറ്റ്സ്, ആ സ്വീറ്റ്സ് ഒന്നും കൂടി ഹസ്ബൻഡിനോട് എടുക്കാൻ പറഞ്ഞു കേട്ടോ. കാരണം എനിക്ക് പോകാൻ നാണക്കേടായതുകൊണ്ട് എത്ര വേണമെങ്കിലും എടുക്കാം. അതിഥി സൽക്കാരത്തിൽ വളരെ വളരെ മുൻപന്തിയിലാണ് ഇങ്ങനത്തെ എക്സിബിഷൻ സ്റ്റാളുകളൊക്കെ കേട്ടോ. മുന്നും പോയപ്പോൾ ഒരുപാട് വെറൈറ്റി സാധനങ്ങളും സ്നാക്സുകളൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റി. അതിനൊക്കെയാണ് മെയിനായിട്ട് ഞാൻ പോയത്, കുറച്ച് ഫോട്ടോസ് എടുക്കാനും. ഇത് പിന്നെ പച്ചക്കറികളൊക്കെ ഉള്ള പോലത്തെ ഒരു സ്റ്റാൾ പോലത്തെ ഇതായിരുന്നു. അവിടെ ഫോട്ടോ എടുക്കാനും ഇതിനൊക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ അറിയാതെ ഒന്ന് തട്ടിയിട്ടു. അപ്പോൾ തന്നെ അവർ സോറി പറഞ്ഞു. ഞാനാണോ അവരാണോ തട്ടിയെന്നറിയില്ല, എന്തായാലും നല്ല ആൾക്കാരായിരുന്നു. പിന്നെ ഇതൊരു ഫ്രൂട്ട് കൂട്ടായി. ഈ ഒരു ഫ്രൂട്ട് എടുത്തിട്ട് ഒരു കടി കടിച്ചു. ഇത് എന്താണെന്നറിയില്ല, ചെറിയ ആപ്പിൾ പോലത്തെ ഒരു സാധനമാണ്. പേരെന്നാളൊന്നും ഞാൻ നോക്കിയില്ല. എടുത്ത് കടിച്ചു നോക്കി. വലുതായപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേറൊരൊന്ന് എടുത്തു നോക്കിയപ്പോൾ ഒരു വായിലൊരു പശ പോലെ വന്നു കേട്ടോ. ഈ ഒരു ക്യാപ്പ് അവിടെ ഇരുന്നതാണ്, ഒരു ഫ്ലവർ ക്യാപ്പ്. ഇതെല്ലാവരും വന്ന് തലയിൽ വെച്ച് ഫോട്ടോ എടുക്കണമായിരുന്നു. ഞാനും അതുപോലെ 1-2 ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത് എന്താ വെച്ചാൽ ഹണീൻ്റെ, ഈ ഒരു തേനീച്ചൻ്റെ ആ ഒരു ഇതുമായിട്ടുള്ള സംഭവമാണ്. അത് ജസ്റ്റ് വീഡിയോയും അതുപോലെ അതിൻ്റെ ഓർഗാനിക് ആയിട്ടുള്ള തേനും കാര്യങ്ങളൊക്കെ സെയിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. എന്തായാലും ഒരു അടിപൊളി പരിപാടിയായിരുന്നു. കുട്ടികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല എൻ്റർടൈൻമെൻറ്റ്. ഇത് കണ്ടോ, കുട്ടികളുടെ വേറൊരു സംഭവമാണ് ഡ്രോയിങ്. പാരൻസിന് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന കൂട്ടത്തിൽ കുട്ടികൾക്ക് ബോറടിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് പെയിൻറ് ചെയ്യാം. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ടോട്ടലി നല്ല അടിപൊളി സംഭവം. ചായയൊക്കെ കുടിച്ചു. അവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു, അതിനും കുറച്ച് പരിപ്പോടെയൊക്കെ ഇട്ട് കൊടുത്തു. നമ്മളും കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.